ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ, എനിക്കൊരു ഒറ്റ രാത്രി മതി. നിന്നെ കാലാകാലം എങ്ങനെയുണ്ടല്ലോ കിടത്താൻ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് എത്രയും പെട്ടെന്ന് സുഖാവട്ടെ കേട്ടോ. ജയർ, താനൊന്ന് ഇവിടെ ഇരുന്നേ. എന്തിന്? പിന്നെന്താ, പറ ഹരി. ഒരു കോംപ്രമൈസ് ആണോ ഉദ്ദേശം? പക്ഷെ അത് ഇത്ര പെട്ടെന്ന് പാടില്ലല്ലോ. ഞാനിതിന്റെ ത്രില്ലൊക്കെ ഒന്ന് ആസ്വദിച്ചോട്ടെ. നിനക്ക് എന്ത് വേണമെങ്കിലും ആസ്വദിക്കാം. പരിചയക്കാരുടെ മുന്നില് അന്തസ്സോടെ ജീവിക്കുന്ന ആളാ ഞാൻ. എന്റെ അന്തസ് നീയായിട്ട് കെടുത്തിയ നിന്റെ അഹങ്കാരത്തിന് മറുപടി പറയാൻ പോകുന്നത് ഞാൻ തന്നെയായിരിക്കും. നിത്യം മനസ്സിൽ ആലോചിച്ച എനിക്കതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ചെയ്യാവുന്നതൊക്കെ നീ ചെയ്യി ചെയ്യാറേ. പക്ഷേ ഹരി ഇവിടെ തന്നെ ഉണ്ടാവും, എവിടെയും പോവാതെ. എവിടെയും പോണ്ട, ഇവിടെ തന്നെ ഉണ്ടാവണം കേട്ടാ. മോനെ, ഇതെന്തൊരു നാടാടാ. ചെയ്യുന്നതും ചെയ്യിക്കുന്നതും അതിന്റെ പേരിൽ കേസ് കൊടുക്കുന്നതൊക്കെ എല്ലാം കാശുള്ളവന്. തോൽവി കാണാമെന്നവൻ അത് കണ്ട് തിരിച്ചു പോയല്ലോ. അത്രയെങ്കിലും നമുക്ക് ആശ്വസിക്കാം. എന്തുപറ്റി? എനിക്കൊന്ന് സംസാരിക്കാൻ പോലും സമ്മതിച്ചില്ല അമ്മ. ഞാൻ അവിടെ ചെല്ലുമ്പോ ആ CI അവിടെ ഉണ്ടായിരുന്നു. ആട്ടി ഓടിക്കായിരുന്നു എന്നെ അയാള്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, എന്നിട്ട് മോള് കേട്ടോ? ഒന്നടുത്തേക്ക് ചെല്ല, ഒന്ന് വിശേഷം ചോദിക്കാൻ അനുവദിക്കായിരുന്നല്ലോ അയാൾക്ക്. തിരിച്ചിറങ്ങുമ്പോ അവിടെ ജയർ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മേ, അയാള് ഹരിയുടെ അടുത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടു. എല്ലാവരും കൂടിയുള്ള ഒത്തുകളി അമ്മ ഇത്. എന്നോടുള്ള വൈരാഗ്യ ഹരിയോട് തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ എന്നെ പിന്തിരിപ്പിക്കാന്ന് അമ്മയുടെ മോൻ കരുതുന്നുണ്ടോ? മധുര നൊമ്പരക്കാറ്റ്